നമസ്കാരം. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട് വി.ഡി. സതീശൻ ഈ അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയുന്നു, പ്രവർത്തകരോടും കടപ്പാട് അറിയിക്കുന്നു എന്നും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ചത് വലിയ ഉത്തരവാദിത്തമാണ്. ജനങ്ങളോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി നടപ്പിലാക്കും. ഞങ്ങൾ ടീം UDF ആണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും നിർവചനം മാറ്റിയെഴുതും. എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്ത് കേരളത്തിൽ പുതുയുഗം സൃഷ്ടിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. AICC ആണ് ഈ വലിയ വിജയത്തിന് സഹായിച്ചത്. KC വേണുഗോപാൽ കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ അവസരത്തിൽ KC വേണുഗോപാലിനോട് നന്ദി പറയുന്നു എന്നും സതീശൻ വ്യക്തമാക്കി. കേരളത്തെ രക്ഷിക്കാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒന്നും കഴിയില്ല. നല്ലൊരു ടീം ഉണ്ടാവണം. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകിയതിൽ നാണക്കേടില്ലെന്നും ഇതൊക്കെ ഫോർമാലിറ്റീസ് ആണെന്നും സതീശൻ പറഞ്ഞു. ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത ആശയവിനിമയത്തിന് ശേഷമാണ് തീരുമാനം എടുത്തിട്ടുള്ളതെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വികസനത്തിന് പ്രതിപക്ഷത്തിനും ഉത്തരവാദിത്തമുണ്ടെന്നും അവരിൽ നിന്നുള്ള സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയിട്ടില്ലെന്നും നടപടിക്രമങ്ങൾ പാലിക്കാനുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും സതീശൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപാദാസ് മുൻഷി ഡൽഹിയിൽ പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ മുതിർന്ന നേതാക്കൾ മുഖ്യമന്ത്രി പദവിക്കായി അവകാശവാദമുന്നയിച്ച് അവസാന നിമിഷം വരെ കടുംപിടുത്തം തുടർന്നത് പാർട്ടിയെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. പല തട്ടുകളിലായി വിവിധ സമയങ്ങളിൽ നടന്ന മാരത്തോൺ ചർച്ചകൾക്ക് ശേഷമാണ് ആരെന്ന കാര്യത്തിൽ സമവായത്തിലെത്തിയത്. 10 വർഷത്തെ ഇടതുഭരണത്തിന് വിരാമമിട്ട് കേരളം ആരുടെ കൈകളിൽ ഏൽപ്പിക്കുമെന്നതിന് കക്ഷി രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നവരുൾപ്പെടെ കണ്ടത് വി.ഡി. സതീശനെയാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. പറവൂരിന്റെ മനസ്സറിഞ്ഞ മനുഷ്യൻ ഇനി കേരളത്തിന്റെ മുഴുവൻ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാവുകയാണ്. ഇത്തവണ 100 തികച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് സതീശൻ വിസ്മയം തീർത്തത്. സതീശൻ ഒഴികെ മറ്റ് നേതാക്കൾ ആരും 100 എന്ന മാന്ത്രിക സംഖ്യയിൽ വിശ്വാസമർപ്പിച്ചിരുന്നില്ല. ഫലം പുറത്തു വന്നപ്പോൾ കേരളമാകെ UDF തരംഗം. 102-ലെത്തി നിൽക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റമാണ് നാട് കണ്ടത്. കോൺഗ്രസിനകത്തും പുറത്തും ജനഹിതമറിഞ്ഞ സമീപനങ്ങൾ കൊണ്ട് സതീശൻ നിലപാടുകളുടെ രാജകുമാരനായി. 2021-ൽ 41 സീറ്റിൽ തീർന്നെന്ന് വിധി എഴുതിയവർക്ക് മുന്നിൽ തൃക്കാക്കര മുതൽ തദ്ദേശവും പിന്നാലെ 102 സീറ്റിന്റെ ആധികാരിക വിജയവുമായി കേരളവും കൈയടക്കി. മുന്നണിയുടെ അതിജീവനക്ഷമത അരക്കിട്ടുറപ്പിച്ച രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെ അമരത്ത് തലയെടുപ്പോടെ നിലയുറപ്പിച്ച് വി.ഡി. സതീശൻ. ഒരു ടേമിൽ ഇടതു മുന്നണിയെങ്കിൽ അടുത്തത് UDF എന്ന പരമ്പരാഗത രാഷ്ട്രീയ കീഴ്വഴക്കം അട്ടിമറിക്കപ്പെട്ടതിന്റെ ആഘാതത്തിൽ ആടിയുലഞ്ഞ മുന്നണി സംവിധാനങ്ങളുമായാണ് 99 സീറ്റിന്റെ മൃഗീയ ഭൂരിപക്ഷവുമായി നിലയുറപ്പിക്കുന്ന ഇടതു സർക്കാരിനെ നേരിടാൻ ഇറങ്ങിപ്പുറപ്പെട്ടതെന്ന് മറന്നു പോകരുത്. തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഘടകകക്ഷികൾക്കും പ്രവർത്തകർക്കും ആത്മവിശ്വാസം നൽകുന്നതായിരുന്നു സതീശന്റെ ആദ്യ പരിഗണന. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിച്ച പുതുയുഗ യാത്രയാണ് മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിയുടെ തുടക്കമായത്.